ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സജു. എസ് എ ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വരുന്നത് ഊരമ്പിള പൂന്തോട്ടം ശശി തരൂർ സന്ദർശിക്കാൻ വരികയാണ്. ആ ദൃശ്യത്തിലോട്ട് പോകാം. അതേപോലെ തന്നെ എന്ത് ഭംഗിയായ പാടങ്ങൾ, അതേപോലെ എന്ത് ഭംഗിയായ പാടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെൽപ്പാടങ്ങൾ. അതേപോലെ തന്നെ അവിടെ സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്നത് നമ്മൾ ചെന്ന് കണ്ടപ്പോൾ എന്ത് ഭംഗിയാണ്. നമ്മുടെ വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു കാണാൻ. അതേപോലെ തന്നെ സൂര്യകാന്തി പൂ കാണുന്നത് എന്ത് വൈബാണ്. ഇവിടെ കടകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം കുടിക്കാം, പോപ്കോൺ കഴിക്കാം, ചായ കുടിക്കാം. ഒക്കെ വൈകുന്നേരമാണ് അതിൻ്റെ ഒരു വൈബ്. അപ്പോൾ വന്നിരുന്ന് തണലത്ത് വന്നിരുന്ന് കാപ്പി കുടിക്കാം. അതേപോലെ തന്നെ ഓരോന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഏർമാടത്തിൽ കയറി നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല വൈബാണ്. അത് ഫോട്ടോ എടുക്കാം. അത് വന്ന് കണ്ടാലേ അതിനൊരു ഇതുള്ളൂ, അല്ലാതെ നമ്മൾ ദൂരെ നിന്ന് ഈ ക്യാമറയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ വരേണ്ടത് വന്ന് തന്നെ കാണണം. എത്രയും സൗന്ദര്യമുള്ള കാര്യങ്ങളും അപ്പോൾ ശശി തരൂർ എത്തിയിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ പൂക്കളെ കാണുവാനും പൂക്കളെ ആസ്വദിക്കാനും ശശി തരൂരും നമ്മുടെ ഒരുപാട് ജനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത് തരൂർ പറയുകയാണ്, കേരളത്തിൽ എല്ലായിടത്തും ഇത് ചെയ്താൽ അത്രയും കൊള്ളാം. ഈ രണ്ട് യുവാക്കളുമാണ് ഇതിൻ്റെ മേൽനോട്ടം നയിച്ചത്. അപ്പോൾ അവരെ ഞാൻ പിന്നെ അടുത്ത ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അതേപോലെ സ്കൂൾ പിള്ളേർ എല്ലാവരും വന്നിരിക്കുന്നു. എന്ത് മനോഹരമാണ് ഈ കാഴ്ച കാണാൻ. അതേപോലെ തന്നെ നല്ല വൈബുള്ള സ്ഥലമാണ്. സമയം പോകാനും എല്ലാവരും വൈകുന്നേരമെങ്കിലും എത്തിച്ചേരുക. മാക്സിമം 30 രൂപയുള്ളൂ ടിക്കറ്റ്. ആ കൗണ്ടർ ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരും. ഇതിൽ സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത്. അടുത്ത ശശി തരൂരിൻ്റെ കേരളം കൂടി ഇതിൽ പങ്കെടുത്താൽ നമുക്ക് എത്ര നല്ല ഭൂമിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ വളർത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ കടാക്ഷയോടെ നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂര്യകാന്തി ബാക്കി എല്ലാ പൂവുകളും വളർത്തി നമ്മൾക്ക് അതിനെ വിറ്റിട്ട് ലാഭിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദി പറയട്ടെ. എനിക്ക് നല്ലോണം ഇഷ്ടം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കണ്ടതിന് സന്തോഷം കൂടി ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ അഭിനേതം ഉദ്ഘാടനം ചെയ്തു. നന്ദി.